ചാർജ് മോഡ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ വരും. അപ്പം ഇനി ഇത് പൈസ കയറ്റൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തില്ലേ ഹോം എന്ന് എഴുതിയിട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഹോം എന്നില്ല ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ബാലൻസ് ഇപ്പോൾ ഇതിൽ 54 ഉറുപ്പ്യ ഉണ്ട്. പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കത്ത് 0 ആയിരിക്കും. അപ്പോൾ അതിൽ ഈ ബാലൻസ് മുകളിൽ കണ്ടോ വലത്തെ ഭാഗത്ത് ആ ബാലൻസിൻ്റെ ആ 54 ഉറുപ്പ്യ എന്നില്ല, ചിലത് പുതിയതാണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് കയറ്റേണ്ടത് വെച്ചാൽ 100 ആണെങ്കിൽ 100, 200 ആണെങ്കിൽ 200, 500 അങ്ങനെ 100ൻ്റെ മുകൾക്ക് എത്ര സംഖ്യ നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. 150 അടിക്കണമെങ്കിൽ 150 അങ്ങനെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 100 സെറ്റ് ചെയ്തു. എന്നിട്ട് ടോപ്പ് അപ്പ് വാലറ്റ് എന്ന് കൊടുക്കുക, കൺഫേം പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. പിന്നെ ഇങ്ങനെ UPI എന്ന് ചോദിക്കും. അതിൽ UPI ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ. ഞാൻ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നേരെ ഗൂഗിൾ പേക്ക് പോകും. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാണ്ട് റീചാർജ് ചെയ്യാം. അത് റീചാർജ് ചെയ്താൽ പിന്നെ ഒന്നുമില്ല, അത് റീചാർജ് ആയി. അതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ റീചാർജ് ചെയ്യണില്ല, ക്യാൻസൽ കൊടുത്താണ്. അതിന് ശേഷം ചാർജ് മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ബാലൻസ് കാണിക്കും. ചെയ്ത 100ഉം പഴയതുണ്ടെങ്കിൽ അതും പ്ലസ് ചെയ്തിട്ട് അവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സെലക്ട് ചെയ്യണം, പോസ്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബാലൻസ് ഇവിടെ കാണിക്കും. 100 കയറ്റിയിട്ടുണ്ടെങ്കിൽ 154 കാണിക്കും. ഞാൻ കയറ്റിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്ക് അടിച്ചിട്ട് നമുക്ക് ചാർജിങ് പോയിൻ്റ് എവിടെ ഉള്ളതെന്നുള്ളത് മാപ്പിൽ നോക്കുക. മാപ്പിൽ ഇവിടെ അവൈലബിൾ എന്നുണ്ട്, ആൾ ചാർജർ എന്നുണ്ട്. നമുക്ക് ആൾ ചാർജർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ അടുത്തുള്ളത് ഇവിടെ കാണിക്കുന്നത് KSEB CB931 ആണ്. അപ്പോൾ അത് കാണിക്കാവും. ക്ലിക്ക് ചെയ്തത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവൈലബിൾ ആണോ എന്നില്ല ഇവിടെ കണ്ടോ, ഈ 6/16A സോക്കറ്റ് എന്നുള്ളതിൻ്റെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ഉണ്ടാകും. അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ആ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഗെറ്റ് ഡയറക്ഷൻ എന്നില്ല അടിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ എടുത്ത് തരും. അങ്ങനെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പോസ്റ്റിലെത്തിക്കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ നമ്മൾ വണ്ടി ചാർജ് കണക്ട് ചെയ്യുക. പോസ്റ്റിലും കണക്ട് ചെയ്തതിന് ശേഷം ഈ ഏതാണോ നമ്പർ നോക്കിയിട്ട് അടുത്തുള്ള ഈ ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവൈലബിൾ നിലീൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ചാർജിങ് എന്ന് കൊടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ കാണിക്കും സ്റ്റാർട്ട് ചാർജിങ് നിലീൻ്റെ. അപ്പോൾ സ്റ്റാർട്ട് ചാർജിങ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കോളം വരും. അതിൽ വാലറ്റ് എന്ന് വരും, ഇൻസ്റ്റാൻറ്റ് ചാർജ് എന്ന് വരും. അതിപ്പോൾ പുതിയൊരു ഇത് വന്നാണ്. നമുക്ക് ഗൂഗിൾ പേന്ന് നേരിട്ട് ചാർജ് കയറ്റാനുള്ള സംവിധാനമാണ്. അപ്പോൾ അത് ആവശ്യമില്ല. നമ്മളിപ്പോൾ 100 രൂപ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാലറ്റ് എന്നുള്ള ടിക്ക് ഇടുക. ആ ടിക്ക് ഓൾറെഡി ആയി തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ വണ്ടി കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു 5 സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ, ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ചാർജ് കയറൽ തുടങ്ങും. ഓക്കെ, അത്രേ ഉള്ളൂ.